ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൽ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൽ വാഴണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൽ വാഴണം. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ അനേകം മാലാഖമാരുടെ സ്തുതി ഗീതങ്ങളുടെ നടുക്ക് വസിക്കുന്ന കർത്താവേ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയെ ഞാൻ കാണുകയാണ്. ആ മാലാഖമാരിൽ ചിലർ സാഷ്ടാംഗം വീണ് കിടന്ന് ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധനെന്ന് പാടി അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഓ കർത്താവേ, ആ മാലാഖമാരുടെ ആ സ്തുതികളോട് കൂടി ചേരുവാൻ വേണ്ടി എളിയ എൻ്റെ പ്രാർത്ഥനയെ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. എൻ്റെ അധരം അശുദ്ധമാണ്. അശുദ്ധമായ അധരങ്ങളുള്ളവരോട് ചേർന്നിട്ടാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നത്. എൻ്റെ എളിയ ആരാധന മാലാഖമാരുടെ കീർത്തനങ്ങളോട് ചേർത്ത് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഉയർത്തുന്നു. കർത്താവേ, എൻ്റെ സ്തുതിയും ആരാധനയും നന്ദിയും എല്ലാം അവിടുന്ന് ഇപ്പോൾ സ്വീകരിക്കണമേ. അവിടുന്ന് എന്നെ നടത്തിയ വഴികളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ എന്നെ കൊണ്ടു നടന്ന വഴികളെ ഓർത്ത് നന്ദി പറയുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ മേൽ പ്രസാദിക്കണമേ. അവിടുത്തെ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ വലയം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അതിനാഥനും നീ മാത്രമീശു മിശിഹായേ, അവകാശിയും അതിനാഥനും നീ മാത്രമീശു മിശിഹായേ, അവകാശിയും അതിനാഥനും നീ മാത്രമീശു മിശിഹായേ. കർത്താവേ, സർവ്വത്തിൻ്റെ അധിപനായ അവിടുത്തെ സന്നിധിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. തുടർന്ന് വരുന്ന ഈ പ്രാർത്ഥനാ നിമിഷങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്വന്തമായി സ്വീകരിച്ച് സംരക്ഷിക്കണമേ. അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആലോചനയുടെയും ആത്മാവിനെ ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. അതിൽ ഒരു വചനം നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കും. ഇത് വായിച്ച് കേട്ട ശേഷം ആ വചനം ഞാൻ നിങ്ങളോട് പറയാം. ഏലിയ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുക്കളെ ദഹിപ്പിക്കുകയും ബാലിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ കൊല്ലുവാൻ രാജാവും രാജ്ഞിയുമൊക്കെ ആഗ്രഹിച്ചു. അപ്പം അതുകൊണ്ട് ഏലിയ ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടുമ്പോൾ അദ്ദേഹം തളർന്നിട്ട് വീണ് കിടക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരാക്കിയ വിവരവും ആഹാബ് ജസബൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ജസബലിനെ അറിയിച്ചു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവൻ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർഷബായിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി. ദൂതൻ അവനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കൽ ഇരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. ഇതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന വചനം. ഇതിൻ്റെ അകത്ത് ഒരു വചനമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് 1 രാജാക്കന്മാർ 19 7-ാമത്തെ വചനമാണ്. 1 രാജാക്കന്മാർ 19:7. എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. അവൻ തളർന്നു കിടന്ന ഏലിയായ്ക്ക് ദൈവം തൻ്റെ ദൂതൻ വഴി ഭക്ഷണം എത്തിച്ചു കൊടുത്തു. തളർന്ന് ഉറങ്ങിക്കിടന്ന ഏലിയായെ ദൂതൻ വഴി ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിച്ചിട്ട് വീണ്ടും തളർന്നുറങ്ങി. വീണ്ടും ദൈവം ദൂതൻ വഴി വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ഭക്ഷണം കഴിച്ചാൽ പോരാ, ഇത്രയും വെള്ളം കുടിച്ചാൽ പോരാ, കുറച്ചുകൂടി ഭക്ഷണവും കുറച്ചുകൂടി വെള്ളവും അകത്ത് ചെല്ലണം. കാരണം ഇനി ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ കുറേ ദിവസങ്ങൾ നിനക്ക് യാത്ര ചെയ്യാനുണ്ട്, നടക്കാനുണ്ട്. അതുകൊണ്ട് ഇനിയും നിൻ്റെ തലക്കലിരിക്കുന്ന അപ്പവും വെള്ളവും നീ കഴിക്കണം. അങ്ങനെ ഏലിയ ആ അപ്പവും വെള്ളവും കഴിച്ചു. ആ അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തിയാൽ അദ്ദേഹം 40 രാത്രിയും 40 പകലും തുടർച്ചയായിട്ട് നടന്ന് ഹോറബ് മലയിൽ എത്തി. ഇതാണ് നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തക
വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പം കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏലിയ ചെയ്തത്. വരൾച്ച ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതും, അഗ്നി ഇറക്കി ബലി ദഹിപ്പിച്ചതും, ബാലിൻ്റെ ദേവന്മാരെ കൊന്നതും, ബാൽ കള്ളദൈവമാണെന്ന് സ്ഥാപിച്ചതുമൊക്കെ കർത്താവ് പറഞ്ഞിട്ടാണ്. അപ്പം കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും തിരിച്ചു കിട്ടിയത് പിന്നെയും സഹനങ്ങളാണ്, കഷ്ടപ്പാടാണ്, ഭീഷണിയാണ്, കൊലവിളിയാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഓടി തളർന്ന് ഒരു വാടാമുൾച്ചെടിയുടെ ചോട്ടിൽ തളർന്ന് കിടക്കുകയാണ്. മക്കനെ ഭക്ഷണമില്ല, വെള്ളമില്ല, സഹായിക്കാൻ ആളില്ല, എഴുന്നേറ്റ് നടക്കാൻ ശക്തിയില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണത്. ആ അവസ്ഥയിൽ ദൈവം അദ്ദേഹത്തെ കൈവിട്ടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദൈവം അദ്ദേഹത്തെ കൈവിട്ടില്ല. ദൈവം രക്ഷയ്ക്കെത്തി. ദൂതനെ അയച്ചു, അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു. ആ അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തിയാൽ 40 ദിവസം തുടർച്ചയായിട്ട് നടക്കാനുള്ള അഭിഷേകം നൽകി. അതുകൊണ്ട് 40 രാത്രിയും 40 പകലും ആ മനുഷ്യൻ അഥവാ പ്രവാചകൻ തുടർച്ചയായിട്ട് നടന്ന് ഹോറബിലെത്തുകയാണ്. അത് വാസ്തവത്തിൽ ആ കഴിച്ച അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തിയല്ല. 40 ദിവസം നടക്കാനുള്ള ശക്തി ആ കഴിച്ച അപ്പത്തിനും വെള്ളത്തിനും ഇല്ല. പിന്നെ എന്താണ്? ആ കഴിച്ച അപ്പത്തിലൂടെയും വെള്ളത്തിലൂടെയും പ്രവാചകനിലേക്ക് കടന്നു ചെന്ന അത്യുന്നതമായ ദൈവത്തിൻ്റെ ശക്തിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. വിശക്കാതെ, ദാഹിക്കാതെ, തളരാതെ മുന്നോട്ട് നയിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഒരുപാട് നന്മ ചെയ്തു, നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നന്മ ചെയ്തു. പക്ഷെ പലപ്പോഴും ഈ നന്മ ചെയ്ത് 2 നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു പ്രോത്സാഹന വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു അഭിനന്ദനത്തിൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ വരുന്നത് പാരയായിരിക്കും, ഭീഷണിയായിരിക്കും, കൊലവിളിയായിരിക്കും, അപഹേളനങ്ങളായിരിക്കും, ഇല്ലാത്ത കഥകളായിരിക്കും, കെട്ടുകഥകളായിരിക്കും, നാണം കെടുത്തുന്ന കാര്യങ്ങളായിരിക്കും, പരദൂഷണമായിരിക്കും. എത്ര പേരങ്ങനെ തളർന്നു പോണത്? എത്ര പേരാ വഴിയിൽ വീണ് കിടക്കുന്നത്? എത്ര പേരാ ഏതോ വാടാമുൾച്ചുരയുടെ ചൂട്ടിക്കൂടെ തളർന്നു കിടക്കുന്നത്? ഇനി ഞാനൊന്നിനുമില്ല, ആർക്കും ഒരു നന്മ ചെയ്യാനും ഞാനില്ല, എന്നായി ചെയ്താലും ഇതല്ലേ കിട്ടുന്നത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അവനവൻ്റെ കാര്യം നോക്കി വല്ലയിടത്തും കുത്തിയിരിക്കാം എന്ന് പറയുന്ന, എന്ന് ചിന്തിക്കുന്ന എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് കർത്താവ് ഇവിടെ ഒരു പാഠം തരികയാണ്. ഇനിയും ചെയ്യാനുണ്ട്, ഇനിയും പോകാനുണ്ട്, ഇനിയും ചെയ്യേണ്ട ജോലികളുണ്ട്, ഇനിയും താണ്ടേണ്ട ദൂരങ്ങളുണ്ട്, ഇനിയും ചെന്നെത്തേണ്ട സ്ഥലങ്ങളുണ്ട്. അതിന് നമുക്കും ഭക്ഷണം വേണം, നമുക്ക് വെള്ളം വേണം. നമുക്ക് കർത്താവ് ഇന്ന് ഭക്ഷണവും വെള്ളവും തരുന്നത് ഒരു മാലാഖയെ അയച്ചിട്ട് ഒരു അപ്പവും ഒരു ഗ്ലാസ് വെള്ളവുമല്ല. ദൈവം നമുക്കിന്ന് ശക്തി തരുന്നത് പല വഴികളിലൂടെയാണ്, പല വിധത്തിലാണ് ദൈവം നമുക്കിന്ന് അപ്പവും വെള്ളവും തരുന്നത്. ഒന്നാമത് പ്രാർത്ഥനയിലൂടെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് ശക്തി തരും. ദിവ്യബലിയിലെ പങ്കാളിത്തത്തിലൂടെ ദൈവം നമുക്ക് ശക്തി തരും. ദിവ്യകാരുണ്യത്തിലൂടെ ദൈവം നമുക്ക് ശക്തി തരും. അവിടെ നമ്മൾ നോക്കിക്കേ, എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന, എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന, എല്ലാ ദിവസവും വചനം വായിക്കുന്ന, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നോക്കിക്കേ, അവർ തളരുന്നില്ല. അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് മറ്റാരേക്കാളും ചിലപ്പോൾ വെല്ലുവിളികൾ കാണും, പക്ഷെ അവർ തളരുന്നില്ല. അവരൊരു വാടാമുൾച്ചുരയുടെ ചോട്ട് വീണ് കിടക്കുന്നില്ല, അവർ മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നില്ല, അവരിനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നില്ല. അവർ പിന്നെ പോവുകയാണ്, ദൈവം നയിക്കുന്ന വഴിയിലൂടെ അവിടെ പോവുകയാണ്. അപ്പം നമുക്ക് ഇന്ന് തളരാതെ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം തരുന്ന ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തിന്നണം, കഴിക്കണം, പാനീയങ്ങൾ നമ്മൾ കുടിക്കണം. ദിവ്യബലി, ദിവ്യകാരുണ്യ സ്വീകരണം, പ്രാർത്ഥന, ജപമാല തുടങ്ങിയുള്ള വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ നമ്മൾ ആത്മീയമായ ഭക്ഷണം സ്വീകരിച്ച് ആത്മീയമായ ശക്തിയും കൃപയും സ്വീകരിക്കണം. അപ്പം നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൃപ കിട്ടും. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് ശക്തിക്ക് വേണ്ടി തരുന്ന മറ്റൊരു ആഹാരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് ദൈവം വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്.
തളർന്നു കിടന്ന അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവിലൂടെ എഴുന്നേൽപ്പിച്ചില്ലേ? സെഹിയോൻ മാളയിൽ നിന്ന് പുറത്തു ചാടിച്ചില്ലേ? അവരെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ദൈവം ഓടിച്ചില്ലേ? ചെയ്യേണ്ടതെല്ലാം ചെയ്യിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, അതുപോലത്തെ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടണം. അപ്പം അത് നമുക്ക് കിട്ടേണ്ട ഒരു ആന്തരികമായ ഒരു ആഹാരമാണ്, ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കാം, മറ്റുള്ളവർ നല്ലത് ചെയ്തില്ല, നല്ലത് പറഞ്ഞില്ല, അഭിനന്ദിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, കുറ്റം പറഞ്ഞു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, അല്ലെ ഭർത്താവ് പോലും ഭാര്യ പോലും എൻ്റെ വേദന കാണുന്നില്ല, എൻ്റെ ദുഃഖം കാണുന്നില്ല, എൻ്റെ സങ്കടം കാണുന്നില്ല, മക്കൾ പോലും കാണുന്നില്ല, മാതാപിതാക്കളും കാണുന്നില്ല, സഹപ്രവർത്തകരും കാണുന്നില്ല, മേലധികാരിയും കാണുന്നില്ല, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഒറ്റക്കാര്യം ഓർക്കണേ, നിൻ്റെ ദൈവം അത് കാണുന്നുണ്ട്. നിൻ്റെ ദൈവം നിൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ട്, നിൻ്റെ അലച്ചില കാണുന്നുണ്ട്, നീ ചെയ്ത നന്മകൾ കണ്ടിട്ടുണ്ട്. നിൻ്റെ ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ഇന്നിതാ നമ്മുടെ വീട്ടിൽ പോലും ദിവ്യബലിയിലൂടെ കർത്താവ് കടന്നു വരിക. നമ്മുടെ വീട്ടിൽ പോലും ആരാധനയിലൂടെ കർത്താവ് കടന്നു വരിക. നമ്മുടെ വീട്ടിൽ പോലും ജപമാലയിലൂടെ, കരുണക്കൊന്തയിലൂടെ, വചനത്തിലൂടെ അവിടെ കടന്നു വരികയാണ്. ആ ദൈവം തരുന്ന ആ ഭക്ഷണം, ആ പാനീയം നമുക്ക് കുടിച്ചുകൊണ്ട് നമുക്ക് ശക്തി സ്വീകരിക്കാൻ ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. നമ്മൾ ആരെങ്കിലും തളർന്നു കിടക്കുന്നുണ്ടോ? നിരാശയുണ്ടോ? മനസ്സിൽ സങ്കടമുണ്ടോ? പരാതിയുണ്ടോ? പരിഭവമുണ്ടോ? എൻ്റെ ജീവിത പങ്കാളി പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മക്കൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മേലധികാരികളോ കീഴുള്ളവരോ സഹപ്രവർത്തകരോ എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ കഷ്ടപ്പാട് മിച്ചം, എൻ്റെ അലച്ചിൽ മിച്ചം, ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ നന്മ എല്ലാവരും അനുഭവിച്ചു. പക്ഷെ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനിനി അധ്വാനിക്കാനില്ല, ഞാൻ അതിൽ ആത്മാർത്ഥതൊന്നും കാണിക്കുന്നില്ല, ഞാനതും പണിയെടുക്കാനൊന്നുമില്ല, ഞാൻ വല്ലയിടത്തും ചുരുണ്ടുകൂടി ഒപ്പിച്ചങ്ങ് പോകത്തേ ഉള്ളൂ എന്ന ചിന്തയിലാണോ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങൾ? എങ്കിൽ ആ ചിന്തയെ കർത്താവിന് സമർപ്പിക്കാം. എലിയ പറഞ്ഞതുപോലെ കർത്താവിന് അത് സമർപ്പിക്കാം. വാസ്തവത്തിൽ കാണേണ്ടയാളത് കാണുന്നുണ്ട്. ദൈവമാണിത് കാണേണ്ടത്, ദൈവമാണിത് ഓർത്തിരിക്കേണ്ടത്, ദൈവമാണ് പ്രതിഫലം തരേണ്ടത്. ബാക്കിയെല്ലാം മറന്നു പോകും. അതുകൊണ്ട് കാണേണ്ടവൻ കാണുന്നുണ്ടെന്ന് ഓർക്കാം. അവൻ ആഹാരം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഓരോ ദിവസവും അവൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഉദാശകളിലൂടെ, ബലിയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ, ജപമാലയിലൂടെ, കരുണക്കൊന്തയിലൂടെ, വചന പ്രഘോഷണത്തിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, അഭിഷേക പ്രാർത്ഥനയിലൂടെ അവൻ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൊണ്ടുവരുന്ന ആ ഭക്ഷണവും പാനീയവും നമുക്ക് വേണ്ട വിധം സ്വീകരിക്കാം. ശക്തി പ്രാപിക്കാനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധന നടത്താം. സ്വർഗീയ ശക്തി പകർന്നിടുന്ന ദിവ്യകാരുണ്യമേ ആരാധന. സ്വർഗീയ ശക്തി പകർന്നിടുന്ന ദിവ്യകാരുണ്യമേ ആരാധന. സ്വർഗീയ ശക്തി പകർന്നിടുന്ന രക്ഷകനേശുവേ ആരാധന. കർത്താവെ, ഞാൻ ഓർക്കുകയാണ്, ധ്യാനങ്ങൾ മുടങ്ങി, കൺവെൻഷനുകളില്ലാതായി, കൗൺസിലിംഗ് ഇല്ലാതായി, ദിവ്യബലി ദേവാലയങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ ഇല്ല, അങ്ങനെയുള്ള പൊതു ശുശ്രൂഷയുള്ള ദിവ്യകാരണവും ഒക്കെ തന്നെ മുടങ്ങിപ്പോയ ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. എങ്കിലും കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കൈവിട്ടില്ല. മാലാഖയെ അയച്ച് ഏലിയായുടെ മുമ്പിൽ അപ്പവും വെള്ളവും വെച്ചതുപോലെ കർത്താവെ, ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അവിടെ നിന്ന് കടന്നു വരികയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് തന്നെ അവിടെ നിന്ന് കടന്നു വരികയാണ്. ടെലിവിഷനിലൂടെ പോലും ദിവ്യകാരുണ്യമായി, ദിവ്യബലിയായി, ആരാധനയായി, വചന ശുശ്രൂഷയായി, അഭിഷേക പ്രാർത്ഥനകളായി കടന്നു വരികയാണ്. കർത്താവെ, കട്ടിലെ കിടന്നുകൊണ്ടോ, ഇരുന്നു കൊണ്ടോ, നിന്നുകൊണ്ടോ, നടന്നുകൊണ്ടോ പോലും നിന്റെ സന്നിധിയിലിരുന്ന് നീ തരുന്നത് ഭക്ഷണവും പാനീയവും കഴിക്കാനുള്ള സാധ്യതയെന്ന് അവിടുന്ന് എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ ദൈവമേ. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളിൽ എത്രയോ പേരാണ് ഇതൊന്നും ഭക്ഷിക്കാതെ, ഇതൊന്നും പാനം ചെയ്യാതെ, വിശന്ന് ദാഹിച്ച് തളർന്ന്, മറ്റുള്ളവരെ പഴി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, നിരാശപ്പെട്ട്, ഇനി ഒരു നല്ല കാര്യത്തിനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. ഓ കർത്താവേ, ഞാൻ അവരെ കുറ്റത്തോടെ കാണുകയല്ല, വിമർശന ബുദ്ധിയെ കാണുകയല്ല,
അവരുടെ അവസ്ഥ നിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുകയാണ്. കർത്താവരുടെ ജീവിതത്തെ സമർപ്പിച്ച് നീ ആ ജീവിതങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ദൂതനെ അവരുടെ അയത്തേക്ക് നീ ഒന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ അവർക്ക് തലയ്ക്ക് കൊണ്ടുവച്ചിരിക്കുന്ന അപ്പവും വെള്ളവും അവരെ ഒന്ന് തട്ടി ഉണർത്തി, ആത്മാവിലൊന്ന് തട്ടി ഉണർത്തി അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ അപ്പവും വെള്ളവും സ്വീകരിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ആരാധന യേശുവേ. സ്വർഗീയ സാന്നിധ്യം നൽകിയിടുന്ന സ്നേഹത്തിനപ്പമേ ആരാധന. സ്വർഗീയ സാന്നിധ്യം നൽകിയിടുന്ന സ്നേഹത്തിനപ്പമേ ആരാധന. കർത്താവേ, ദൂതൻ വഴി എലിയായോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, ഇല്ലെങ്കിൽ യാത്ര ദുഷ്കരമാവും. ഭക്ഷിച്ചാൽ യാത്ര ദുഷ്കരമാവുകയുമില്ല. കർത്താവേ, ഞങ്ങൾക്കും അനേക ദൂരമിന് യാത്ര ചെയ്യാനുണ്ട്. ഈ ആത്മീയ ഭക്ഷണങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ ശക്തി പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്ര കൂടുതൽ ദുഷ്കരമാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ കർത്താവേ, ആത്മീയ ഭക്ഷണം എന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ എന്നും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പരിശുദ്ധാത്മാവിന് ഒരു പുതിയ അഭിഷേകം തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അഭിഷേക ശക്തി പകർന്നിടുന്ന സ്നേഹത്തിൻ ഭോജ്യമേ ആരാധന. അഭിഷേക ശക്തി പകർന്നിടുന്ന സ്നേഹത്തിൻ ഭോജ്യമേ ആരാധന. കർത്താവേ, എലിയായ ശക്തിപ്പെടുത്തതുപോലെ ഞങ്ങൾ സ്വീകരിക്കുന്ന ആത്മീയ ഭക്ഷണത്തിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ തളർന്നു പോയ എല്ലാ മേഖലകളെയും ഈശോയ്ക്ക് നിശബ്ദതയിൽ സമർപ്പിക്കാം. കർത്താവെ, കുറച്ചുകൂടി വിശ്വാസത്തോടുകൂടി ദേവാലയത്തിൽ പോയോ ടെലിവിഷനിലൂടെ എങ്കിലെയോ ബലിയിൽ പങ്കെടുക്കാൻ, ആഗ്രഹത്തിലെങ്കിലും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ, ജപമാലയിൽ പങ്കെടുക്കുവാൻ, ആരാധനയിൽ പങ്കെടുക്കുവാൻ, അഭിഷേക പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ, മറ്റു പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ, അതിലൂടെ പുതിയ അഭിഷേകവും ശക്തിയും സ്വീകരിക്കുവാൻ ഞങ്ങൾക്കെന്നും അവസരം തന്നുകൊണ്ടിരിക്കണമേ. അതിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലുകൾ തളരാതെ കാക്കണമേ, കൈകൾ തളരാതെ കാക്കണമേ, മനസ്സ് തളരാതെ കാക്കണമേ, ആത്മീയ ജീവിതം തളരാതെ കാക്കണമേ, ബുദ്ധി മന്ദീഭവിക്കാതെ കാക്കണമേ, വീണു പോകാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. അഭിഷേക സാന്നിധ്യം
നൽകിയിടുന്ന സ്നേഹത്തിനപ്പമേ ആരാധന. അഭിഷേക സാന്നിധ്യം നൽകിയിടുന്ന സ്നേഹത്തിൻ അപ്പമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധനയിലൂടെ ലഭിച്ച ദൈവത്തിൻ്റെ ശക്തി മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.